ഒറ്റപ്പെട്ട ആ മലയോരത്തിൻ്റെ പേര് പൂതങ്കോട് എന്നായിരുന്നു. ഭൂപടത്തിൽ പോലും പൂർണ്ണമായി രേഖപ്പെടുത്താത്ത റബ്ബർ എസ്റ്റേറ്റുകൾ അതിരിടുന്ന നിബിഡ വനത്തിലേക്ക് നീണ്ടുപോകുന്ന ഒരു ഭൂപ്രദേശം. അവിടെ ഒരാൾക്ക് പോലും സ്വന്തമല്ലാത്ത ഭൂമി അളന്നു തിട്ടപ്പെടുത്തുക എന്നതായിരുന്നു സർവേയറായ സോമന് ലഭിച്ച ദുരിതപൂർണമായ ജോലി. അവിടുത്തെ പകലുകൾ പോലും സന്ധ്യയുടെ നിഴൽ പേറുന്നവയായിരുന്നു. സൂര്യരശ്മിക്ക് പോലും മരങ്ങളുടെ ശിഖരങ്ങൾക്കിടയിലൂടെ ഭൂമിയിൽ പൂർണ്ണമായി എത്താൻ കഴിഞ്ഞിരുന്നില്ല. സോമൻ ഒരു സാധാരണക്കാരനായിരുന്നു. ഭാര്യയും 2 മക്കളും അടങ്ങിയ ഒരു കൊച്ചു കുടുംബത്തിൻ്റെ ഏക ആശ്രയം. നഗരത്തിലെ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് ഈ വിജനമായ മലയിടുക്കിലേക്ക് അയാൾ എത്തിയത് ആഴ്ചകൾക്ക് മുമ്പാണ്. കൂടെ വന്ന സഹായികൾ ആദ്യ ആഴ്ചയിൽ തന്നെ തിരികെ പോയി. കാരണം ലളിതം, ആ മണ്ണിൽ എന്തോ ഉണ്ട്. ഭയമെന്നാണ് അതിൻ്റെ പേര്. സോമന് പക്ഷേ ഭയപ്പെടാൻ സമയമുണ്ടായിരുന്നില്ല. ഒടുങ്ങാത്ത ജോലി, അളവെടുപ്പ് യന്ത്രങ്ങളും കാടുവെട്ടാനുള്ള വാക്കത്തിയും ഒരു പഴയ ട്രാൻസിസ്റ്റർ റേഡിയോയുമായിരുന്നു അയാളുടെ കൂട്ട്. താമസിച്ചിരുന്നത് കാടിൻ്റെ അതിർത്തിയിലുള്ള ഒരു തടിമില്ലിൻ്റെ കാവൽപ്പുരയിലായിരുന്നു. എന്നാൽ കാടുമായി ബന്ധപ്പെട്ട ജോലി കൂടുതലും അതിൻ്റെ പ്രാന്തപ്രദേശത്തായിരുന്നില്ല. മറിച്ച് കിഴക്ക് ദിശയിൽ ആരും സഞ്ചരിക്കാത്ത അടിവാരൻ ചുരം എന്ന് വിളിച്ചിരുന്ന ചെങ്കുത്തായ ചതുപ്പുകൾ നിറഞ്ഞ ഒരു മൺവഴിയിലായിരുന്നു. അവിടെ ആഴമേറിയ ഒരു പുഴയുടെ തീരത്തോട് ചേർന്നായിരുന്നു അളവെടുപ്പ് നടത്തേണ്ടിയിരുന്നത്. ചുരത്തിൻ്റെ മുകൾ ഭാഗത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു ഒറ്റപ്പാലമരം നിന്നിരുന്നു. ആ പാലമരത്തിന് ചുറ്റും കാട് പോലും ഒരു ഭയത്തോടെയാണ് വളർന്നിരുന്നത്. മറ്റു മരങ്ങൾ അതിൻ്റെ സമീപത്തേക്ക് അധികം വളരാനോ പടരാനോ ധൈര്യം കാണിച്ചിരുന്നില്ല. ഒരുതരം ശൂന്യത ആ പാലമരത്തെ വലയം ചെയ്തിരുന്നു. ഒരിക്കൽ പഴയൊരു തൊഴിലാളി സോമനോട് പറഞ്ഞിരുന്നു, സാറേ, ആ പാലമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അളവ് തുടങ്ങിയാൽ മതി. പക്ഷെ അവിടെ കൂടുതൽ നേരം നിൽക്കരുത്. സൂര്യൻ മറഞ്ഞാൽ അവിടെ തങ്ങരുത്. ആ മരത്തിൻ്റെ ചുവട്ടിലാണ് അതിൻ്റെ ലോകം. സോമനത് ചിരിച്ചു തള്ളി. അന്ധവിശ്വാസങ്ങളെ വിശ്വസിക്കുന്ന ശീലം അയാൾക്കില്ലായിരുന്നു. 1-ാം ദിവസം സോമൻ ആ പാലമരത്തിൻ്റെ ചുവട്ടിലെത്തി. ഉച്ചവെയിൽ പോലും തണുപ്പായി മാറിയിരുന്നു അവിടെ. അളവ് തുടങ്ങുന്നതിനു മുമ്പ് തൻ്റെ യന്ത്രങ്ങളെല്ലാം അയാൾ ഒരുക്കിയെടുത്തു. അപ്പോഴാണ് അയാൾ ആ മണം ശ്രദ്ധിച്ചത്. തീവ്രമായ എന്നാൽ മനം മടുപ്പിക്കുന്ന ഏതൊക്കെയോ പുഷ്പങ്ങളുടെ ഗന്ധം. പാലമരത്തിൻ്റെ പൂക്കളല്ല അത്. ചന്ദനം, പീച്ചി, റോസ്, ആ കാട്ടിൽ കണ്ടിട്ടില്ലാത്തത്രയും പൂക്കളുടെ മണങ്ങൾ ഒരുമിച്ച് വന്നു. അത് അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. പേടിയേക്കാളുപരി ആ മണം അയാളിൽ ഒരുതരം അസ്വസ്ഥത സൃഷ്ടിച്ചു. ശ്വാസമെടുക്കാൻ പോലും പ്രയാസം. ഇവിടെ എവിടെയെങ്കിലും ഒരു പൂന്തോട്ടമുണ്ടായിരിക്കും, അത്രയുള്ളൂ, അയാൾ സ്വയം ആശ്വസിപ്പിച്ചു. പാലമരത്തിൻ്റെ തെക്ക് ഭാഗത്ത് നിന്നായിരുന്നു അളവെടുപ്പ് ആരംഭിച്ചത്. സാധാരണഗതിയിൽ ഈ ഭാഗത്തെ മണ്ണെല്ലാം ഉറച്ചതായിരിക്കണം. പക്ഷേ ഇവിടെ കാൽ വയ്ക്കുന്നിടത്തെല്ലാം ഭൂമി ഒരു സ്പോഞ്ച് പോലെ താഴ്ന്നു പോകുന്നു. ചതുപ്പ് നിറഞ്ഞ പ്രദേശമല്ല, എന്നാലും ഒരടുത്താഴ്ചയിൽ എവിടെയോ മണ്ണൊലിപ്പ് സംഭവിച്ചതുപോലെ. അളവെടുപ്പ് ഉപകരണങ്ങൾ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ കാലുകൾ സ്ഥിരമായി നിൽക്കാൻ നന്നായി ബുദ്ധിമുട്ടി. അവിടെ ജോലി ചെയ്യുന്ന ഓരോ മണിക്കൂറും സോമൻ്റെ ശരീരത്തിലെ ഓരോ കോശവും കൂടുതൽ ഭയം വലിച്ചെടുത്തു. ചുരത്തിൻ്റെ മുകളിലൂടെ വീശിയടിക്കുന്ന കാറ്റ് ചില സമയങ്ങളിൽ മനുഷ്യൻ്റെ തേങ്ങൽ പോലെ, അതല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ചിരി പോലെയുള്ള ശബ്ദമുണ്ടാക്കി. പക്ഷെ അയാൾക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുമായിരുന്നില്ല. സമയം എത്ര വേഗമാണ് അവിടെ കടന്നുപോയതെന്ന് അയാൾ അറിഞ്ഞില്ല. സൂര്യൻ കാടിൻ്റെ മറവിൽ ഒളിച്ചപ്പോൾ യന്ത്രങ്ങളും ഉപകരണങ്ങളും ചുമലിലേറ്റി അയാൾ തിരികെ നടന്നു. അപ്പോഴും ആ മണം അയാളുടെ കൂടെ യാത്ര ചെയ്തിരുന്നു. 2-ാം ദിവസം സോമൻ വീണ്ടും പാലമരത്തിൻ്റെ ചുവട്ടിലെത്തി. തലേന്ന് ജോലി നിർത്തിയെടുത്ത് അയാൾ അളവെടുപ്പ് യന്ത്രം സ്ഥാപിച്ചു. പക്ഷെ അയാൾ ഞെട്ടിപ്പോയി. തലേന്ന് വളരെ കൃത്യമായി കുറ്റിയടിച്ചടയാളപ്പെടുത്തിയിരുന്ന അളവുരേഖ അവിടെ നിന്നും ഏകദേശം 10 അടി കിഴക്കോട്ടായി മാറിയിരിക്കുന്നു. കുറ്റികൾ അതേ സ്ഥലത്തുണ്ട്, പക്ഷേ അളവുരേഖ മാറിയിരിക്കുന്നു. രാത്രിയിൽ മൃഗങ്ങൾ എന്തെങ്കിലും ചെയ്തതാകുമോ, അയാൾ സ്വയം ചോദിച്ചു. എന്നാൽ കുറ്റികൾക്ക് യാതൊരു ഇളക്കവും സംഭവിച്ചിരുന്നില്ല. മൃഗങ്ങൾക്ക് മരക്കുറ്റികൾ മാറ്റാൻ കഴിയും, പക്ഷേ ഭൂമിയിലെ മണ്ണിളക്കാതെ അളവുരേഖ എങ്ങനെ മാറ്റും? ഇത് അസാധാരണമാണ്. 1-2 തവണയല്ല, 3 തവണ അയാൾ അതേ ഭാഗം അളന്നു. ഓരോ തവണയും ലഭിച്ച അളവുകൾ പരസ്പരം പൊരുത്തപ്പെടാത്തവയായിരുന്നു. 1-ാമത്തെ അളവ് 45 മീറ്റർ, 2-ാമത്തേത് 38 മീറ്റർ, 3-ാമത്തേത് 52 മീറ്റർ. ഒരു സർവേയർക്ക് ഇത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. യന്ത്രത്തിൻ്റെ പിഴവാണോ? അയാൾ തൻ്റെ ലെവൽ യന്ത്രം പരിശോധിച്ച് അതിൻ്റെ കറക്ഷൻ ട്യൂബ് ശ്രദ്ധിച്ചു. ലെവൽ ട്യൂബിലെ ബബിൾ സ്ഥിരമായി ഒരിടത്ത് നിൽക്കുന്നില്ല. അത് ചെറുതായി വിറയ്ക്കുന്നു, അല്ലെങ്കിൽ വളരെ സാവധാനം ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് നീങ്ങുന്നു. അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഭൂമിക്ക് സ്ഥിരത നഷ്ടപ്പെട്ടിരിക്കുന്നുവോ, അതോ ചുറ്റുമുള്ള അന്തരീക്ഷത്തിനോ? അന്ന് ഉച്ചയായപ്പോഴേക്കും സോമൻ വിയർപ്പിലും പൊടിയിലുമായിരുന്നു. വെയിലടിച്ചെങ്കിലും ആ ചൂട് അയാളെ അലട്ടിയില്ല. പേടിയുടെ ഒരു തണുപ്പാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. അപ്പോഴാണ് ചുരത്തിൽ നിന്ന് താഴ്വാരത്തിലേക്ക് പോകുന്ന വഴിയുടെ ഒരു വളവിൽ അയാൾ ഒരു കാഴ്ച കണ്ടത്. ഒരു സ്ത്രീയുടെ രൂപം, നിഴൽ മാത്രം.
അവൾ വെളുത്ത വസ്ത്രം ധരിച്ചിരുന്നു. അവളുടെ മുടി കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നില്ല. അത് നിശ്ചലമായിരുന്നു. അവൾ സോമനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ യാതൊരു പ്രതിഫലനവുമില്ല. ഒരു ശൂന്യത മാത്രം. സോമൻ ശ്വാസം അടക്കിപ്പിടിച്ചു. ആ രൂപം വളരെ ദൂരെയായിരുന്നു. ഒരുതരം ഭീകരത ആ രൂപത്തെ വലയം ചെയ്തിരുന്നു. സോമൻ ശബ്ദമുണ്ടാക്കാതെ തൻ്റെ വാക്കത്തിയെടുത്ത് മണ്ണിൽ കുത്തി. ആ സമയം ആ രൂപം തന്നെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് അയാൾക്കൊരു തോന്നലുണ്ടായി. ഭയം അയാളുടെ ശരീരത്തിൽ കട്ടിയുള്ള കമ്പിളിപ്പുതപ്പ് പോലെ ചുറ്റിപ്പടർന്നു. ആരാ അത്? സോമൻ വിക്കി വിക്കി ചോദിച്ചു. അയാളുടെ ശബ്ദം പുറത്തേക്ക് വന്നപ്പോൾ അത് നേർത്ത ഒരു കിളിയുടെ കരച്ചിൽ പോലെ തോന്നിച്ചു. അവൾ ചിരിക്കുന്നത് പോലെ സോമന് തോന്നി. അവളുടെ ചുണ്ടുകൾ അനങ്ങിയില്ല. പക്ഷേ ചിരിയുടെ ഒരു ഭീകരമായ അല ആ ചുരത്തിൽ മുഴങ്ങി. അത് വളരെ ക്രൂരമായ ചിരിയായിരുന്നു. ഒരാളുടെ വേദന കണ്ട് ആസ്വദിക്കുന്ന ഒരു ചിരി. ഞാനിവിടെ സർവേ നടത്താൻ വന്നതാണ്, സോമൻ വീണ്ടും പറഞ്ഞു. അയാൾ പറഞ്ഞത് ആ രൂപത്തിനോടായിരുന്നില്ല, മറിച്ച് തൻ്റെ ഭയത്തിനോടായിരുന്നു. അവൾ പതുക്കെ മുന്നോട്ട് നീങ്ങി. അവളുടെ കാലുകൾ മണ്ണിൽ ഉറയ്ക്കുന്നതായി അയാൾക്ക് തോന്നിയില്ല. അവൾ വായുവിലൂടെ ഒഴുകി നീങ്ങുകയായിരുന്നു. അവളുടെ കണ്ണുകൾ കറുത്ത തിളക്കമുള്ള എണ്ണമയമുള്ള കണ്ണുകൾ. അതിനുള്ളിൽ ഒരുതരം നികൃഷ്ടതയുടെ തിളക്കമുണ്ട്. നീയാണ് അളവ് മാറ്റുന്നതല്ലേ? സോമൻ ചോദിച്ചു. അയാൾക്കറിയാമായിരുന്നു ആ ചോദ്യം അർത്ഥശൂന്യമാണെന്ന്. ആ രൂപം സംസാരിച്ചില്ല. അവൾ അയാളുടെ അടുത്തേക്ക് വേഗത്തിൽ പാഞ്ഞെടുത്തു. നിമിഷനേരം കൊണ്ട് അവൾ അളവെടുപ്പ് യന്ത്രത്തിൻ്റെ സമീപത്തെത്തി. എന്നിട്ട് ആ യന്ത്രത്തിലേക്ക് നോക്കി ക്രൂരമായി ചിരിച്ചു. ആ ചിരിയിൽ അവളുടെ മുഖം ഒരു നിമിഷം വികൃതമായി. ആ സൗന്ദര്യമുള്ള മുഖം അപ്രത്യക്ഷമായി. പകരം വെളുത്ത പല്ലുകൾ മാത്രം തെളിഞ്ഞ, എല്ലുകൾ മാത്രം പുറത്തു കാണുന്ന ഒരു പ്രേതത്തിൻ്റെ മുഖമായി മാറി. സോമൻ അമ്മയെന്ന് വിളിച്ചുപോയി. അയാൾ പിന്നിലേക്ക് തിരിഞ്ഞോടി. വാക്കത്തിയും ലെവൽ യന്ത്രവും അയാൾ അവിടെ ഉപേക്ഷിച്ചു. അയാൾ ഓടിയോടി ഒടുവിൽ ചുരത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള പാലമരത്തിനടുത്തെത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ രൂപം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പൂക്കളുടെ മണം ഇപ്പോൾ ഒരു ശവപ്പെട്ടി തുറന്നതുപോലെ ദുർഗന്ധത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. ചീഞ്ഞ പൂക്കളുടെയും കറുത്ത രക്തത്തിൻ്റെയും മാരകമായ വിഷത്തിൻ്റെയും മണം. പേടിച്ചു വിറച്ച സോമൻ ചുരമിറങ്ങി തിരികെ തടിമില്ലിൻ്റെ കാവൽപ്പുരയിലെത്തി. അന്ന് രാത്രി അയാൾ ഉറങ്ങിയില്ല. താൻ കണ്ടത് ഒരു തോന്നലല്ല, അത് തൻ്റെ ജോലിയെ തടസ്സപ്പെടുത്താൻ വന്ന ഒരു ദുഷ്ടശക്തിയാണ്. ഒരുപക്ഷെ ആ പഴയ തൊഴിലാളി പറഞ്ഞത് സത്യമായിരിക്കും. അടുത്ത ദിവസം അയാൾ ചുരത്തിലേക്ക് പോയില്ല. മില്ലിലെ ആളുകൾ അയാളോട് പല കാര്യങ്ങളും ചോദിച്ചു. പക്ഷേ അയാൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ചുരത്തിൽ വെച്ച് താൻ കണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ തന്നെ ഭ്രാന്തനായി കണക്കാക്കുമെന്ന് അയാൾ ഭയന്നു. അയാൾ ഓഫീസിലേക്ക് വിളിച്ച് തനിക്ക് വയ്യായികയാണെന്ന് കള്ളം പറഞ്ഞു. എന്നാൽ യക്ഷിയുടെ ക്രൂരത അവിടം കൊണ്ട് അവസാനിച്ചില്ല. 3-ാം ദിവസം രാത്രി സോമൻ കട്ടിലിൽ കിടക്കുമ്പോൾ ജനലിലൂടെ നേരിയ ഒരു മണം വന്നു. അത് തലേന്ന് രാത്രി അയാൾ അനുഭവിച്ച ദുർഗന്ധമായിരുന്നില്ല, നേരെ മറിച്ച് മനം മയക്കുന്ന സുഗന്ധമായിരുന്നു. തൻ്റെ പ്രിയതമയുടെ മുടിയുടെ മണം, പിച്ചിപ്പൂവും വെളിച്ചെണ്ണയും ചേർന്ന മണം. സോമൻ കണ്ണുകൾ തുറന്നു. ജനലിലൂടെ നിലാവെളിച്ചം അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ മില്ലിൻ്റെ മുറ്റത്ത് ഒരു രൂപം നിൽക്കുന്നു. അത് തൻ്റെ ഭാര്യ ശോഭനയാണ്. അവളെങ്ങനെ ഇവിടെ എത്തി? അവൾക്ക് ഈ സ്ഥലം അറിയില്ല. സോമന് അത്ഭുതമായി. അയാൾ വേഗം എഴുന്നേറ്റ് ജനാലിൻ്റെ അടുത്തേക്ക് ചെന്നു. ശോഭന, നീ എപ്പോഴാ വന്നത്? അവൾ ചിരിച്ചു. തലേന്ന് ചുരത്തിൽ കേട്ട അതേ ഭീകരമായ ചിരി. എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇവിടെ തനിച്ചാണെന്ന്, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദം ശോഭനയുടേതുപോലെ തന്നെയായിരുന്നു. എന്നാൽ അതിൽ ഒരുതരം തണുപ്പുണ്ടായിരുന്നു. നിനക്കെങ്ങനെ ഇവിടം? സോമൻ ചോദിക്കാൻ ശ്രമിച്ചു. പക്ഷേ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. എനിക്കെന്താ അറിയാൻ കഴിയാത്തത്? നിങ്ങൾ എവിടെ പോയാലും ഞാനറിയും. സോമ, എനിക്ക് നിങ്ങളെ വഞ്ചിക്കാൻ കഴിയുമോ? വഞ്ചന. ആ വാക്ക് കേട്ടപ്പോൾ സോമൻ തളർന്നുപോയി. എനിക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ല, അവൾ പറഞ്ഞു. എന്നിട്ട് അവളുടെ കൈകൾ ജനാലിൻ്റെ കമ്പികളിലൂടെ അകത്തേക്ക് നീട്ടി. ആ കൈകൾ കണ്ടപ്പോൾ സോമൻ പിന്നോട്ട് മാറി. അത് ഒരു മനുഷ്യൻ്റെ കൈകളായിരുന്നില്ല. നീണ്ട കൂർത്ത എല്ലുകൾ മാത്രം കാണുന്ന കറുത്ത നഖങ്ങളുള്ള ഭീകരമായ കൈകൾ. വഞ്ചകി, സോമൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതെ, ഞാൻ വഞ്ചകിയാണ്, ക്രൂരയാണ്, നീചയാണ്, നികൃഷ്ടയാണ്. അവളുടെ ചിരി വീണ്ടും മുഴങ്ങി. അതിൽ മില്ലിലെ തടിക്കഷ്ണങ്ങൾ പോലും വിറകൊണ്ടു. പക്ഷേ നിങ്ങളെപ്പോലുള്ള മനുഷ്യരെ വഞ്ചിക്കുന്നതിൽ എനിക്കൊരു പ്രത്യേക ആനന്ദമുണ്ട്. നീ കണ്ടില്ലേ ഞാൻ നിന്റെ അളവുകൾ മാറ്റുന്നത്? നീ എത്ര അളന്നെടുത്താലും നിന്റെ കണക്കുകൾ ഞാൻ തെറ്റിക്കും. നിന്റെ ജോലി ഞാൻ പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല.
അവൾ ജനൽ തകർക്കാൻ ശ്രമിച്ചു. ജനൽ കമ്പികൾ ഒരു കടലാസ് പോലെ വളഞ്ഞു. സോമൻ പേടിച്ച് മുറിയുടെ മൂലയിലേക്ക് ഒതുങ്ങി. നീ എന്തിനാണ് എൻ്റെ ജോലി തകർക്കുന്നത്? ഞാൻ നിന്നെ ഉപദ്രവിച്ചില്ലല്ലോ, സോമൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ഉപദ്രവമോ? ഞാൻ വന്നത് ഉപദ്രവിക്കാനല്ല. എനിക്ക് വേണ്ടത് നശിച്ച മനുഷ്യൻ്റെ ആത്മാവാണ്. നിന്റെ ആത്മാവ് ഈ ചുരത്തിലെ ചതുപ്പിൽ അലയുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അയാൾക്ക് ആ മണം വീണ്ടും അനുഭവപ്പെട്ടു. ദുർഗന്ധം. പക്ഷേ ഇത്തവണ ചീഞ്ഞ പൂക്കളുടെ മണത്തോടൊപ്പം അവൻ്റെ ഭാര്യയുടെ ഇഷ്ട സോപ്പിൻ്റെ മണം കലർന്നിരുന്നു. ഒരുതരം നികൃഷ്ടമായ കോമ്പിനേഷൻ. യക്ഷി തൻ്റെ കൈകൾ ജനലിൻ്റെ ചില്ലിലൂടെ അകത്തേക്ക് കടത്തി. കമ്പികൾ പൂർണ്ണമായും വളഞ്ഞിരുന്നു. ഇനി ജനൽ തകർക്കാൻ അവൾക്ക് നിമിഷങ്ങൾ മാത്രം മതി. സോമൻ എന്തോ ഒരു ശക്തിയിൽ കട്ടിലിനടിയിലെ ഒരു ഇരുമ്പിൻ്റെ ദണ്ട് പുറത്തെടുത്തു. പോവുക, എൻ്റെ അടുത്തേക്ക് വരരുത്. അത് കേട്ട് അവൾ ചിരിച്ചു. നീയോ? നീ എൻ്റെ അതിഥിയല്ലേ? അതിഥിയെ ഞാൻ നന്നായി സ്വീകരിക്കും. നിന്റെ തലമുടി വരെ ഞാൻ ഭക്ഷിക്കും. ആ നികൃഷ്ടമായ ചിരി കേട്ട് സോമൻ ജനലിലേക്ക് ഇരുമ്പ് ദണ്ടെടുത്തെറിഞ്ഞു. അത് യക്ഷിയുടെ കയ്യിൽ തട്ടി. ഒരു തീപ്പൊരി പോലെ അവൾ കൈകൾ പിന്നോട്ട് വലിച്ചു. അവൾക്ക് ദേഷ്യം വന്നു. അവളുടെ കണ്ണുകൾ ചുവന്നു. എന്നാൽ അപ്പോഴേക്കും നേരം വെളുക്കാൻ തുടങ്ങിയിരുന്നു. കോഴികൾ കൂവിത്തുടങ്ങി. വെളിച്ചം വരാൻ തുടങ്ങിയപ്പോൾ യക്ഷി മെല്ലെ അപ്രത്യക്ഷയായി. പിറ്റേന്ന് സോമൻ ഒരു തീരുമാനമെടുത്തു. ഈ ജോലി ഉപേക്ഷിച്ച് നിനക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ല. തൻ്റെ കുടുംബം തന്നെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ യക്ഷിയെ ഭയന്ന് തനിക്ക് പിന്മാറാൻ കഴിയില്ല. അയാൾ ഒരുതരം ഭ്രാന്തമായ ധൈര്യം സംഭരിച്ചു. അയാൾ തടിമില്ലിലെ ആളുകളോട് സഹായം ചോദിച്ചില്ല. അവർ പേടിച്ച് മടങ്ങുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അയാൾ ഒറ്റയ്ക്ക് ചുരത്തിലേക്ക് പോയി. ഇത്തവണ വാക്കത്തിയും യന്ത്രങ്ങളുമല്ല, മറിച്ച് ഒരു പഴയ മണ്ണെണ്ണ വിളക്കും ഒരു തീപ്പെട്ടിയും കയ്യിൽ കെട്ടിയ എല്ലാ ഇരുമ്പ് കഷ്ണങ്ങളുമായിട്ടാണ് അയാൾ പോയത്. പാലമരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ അളവെടുപ്പ് യന്ത്രം നിലത്ത് കിടക്കുന്നു. ലെവൽ ട്യൂബ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഗ്ലാസ് ചില്ലുകൾ തറയിൽ ചിതറിക്കിടക്കുന്നു. അവൾ ചെയ്തത്. സോമൻ പിറുപിറുത്തു. അവൻ്റെ നെഞ്ചു വേദനിച്ചു. ഈ യന്ത്രം അയാൾ വാങ്ങിയത് കടം വാങ്ങിയ പണം കൊണ്ടാണ്. എനിക്കിത് വേണ്ട, അളവ് വേണ്ട, എനിക്ക് തിരികെ പോയാൽ മതി, അയാൾ ഉറക്കെ നിലവിളിച്ചു. അയാൾ ഉടൻ തന്നെ യന്ത്രഭാഗങ്ങൾ ഉപേക്ഷിച്ച് തിരികെ നടന്നു. എന്നാൽ നടന്നത് കുറച്ചു ദൂരം മാത്രമാണ്. അയാൾ എവിടെയോ കുഴഞ്ഞ മണ്ണിൽ ചവിട്ടി. കാൽപാദങ്ങൾ മണ്ണിലേക്ക് താഴ്ന്നുപോയി. അയാൾ ഒന്ന് ഞെട്ടി. കാരണം ഈ വഴിയിൽ ഇത്രയും കുഴഞ്ഞ മണ്ണുണ്ടായിരുന്നില്ല. അയാൾ എത്ര ശ്രമിച്ചിട്ടും കാൽ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഒരുതരം ആഴമേറിയ കറുത്ത ചതുപ്പിലേക്ക് അയാൾ താഴ്ന്നു പോവുകയായിരുന്നു. രക്ഷിക്കണേ, ആരെങ്കിലുമുണ്ടോ? അയാൾ ഉറക്കെ അലറി. ശബ്ദം ചുരത്തിൽ തട്ടി തിരികെ വന്നു. ആരും കേൾക്കാനില്ല. അപ്പോഴാണ് അയാൾ ആ മണം വീണ്ടും അറിഞ്ഞത്. കറുത്ത രക്തത്തിൻ്റെയും ചീഞ്ഞ പൂക്കളുടെയും മാരകമായ വിഷത്തിൻ്റെയും ഗന്ധം. യക്ഷി അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അവൾക്ക് ശോഭനയുടെ രൂപമായിരുന്നില്ല. പകരം വെളുത്ത എല്ലുകൾ മാത്രം കാണുന്ന നീണ്ട വിരലുകളുള്ള ഒരു രൂപം. അവൾ ചുണ്ടുകൾ വിടർത്തി അതിക്രൂരമായി ചിരിച്ചു. നീയല്ലേ പറഞ്ഞത് നിനക്ക് പോകണമെന്ന്? ഞാനിപ്പോൾ തന്നെ നിന്നെ അയക്കാം, പക്ഷേ എൻ്റെ വഴിയിലൂടെ, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദത്തിന് ചുരത്തിലെ കാറ്റുപോലെ അസ്ഥികൾ തുളയ്ക്കുന്ന തണുപ്പുണ്ടായിരുന്നു. സോമൻ ചതുപ്പിൽ കൂടുതൽ താഴ്ന്നു പോവുകയായിരുന്നു. നെഞ്ചോളം മണ്ണെത്തി. അയാൾക്ക് ശ്വാസം മുട്ടി. നിനക്ക് എന്നെ കൊണ്ട് എന്തു വേണം? സോമൻ ചോദിച്ചു. നിന്റെ വേദന, നിന്റെ നിസ്സഹായത, നിന്റെ ഭയം, ഇതെല്ലാം എനിക്ക് ഭക്ഷണമാണ്. നിന്റെ അളവ് രേഖകൾ മാറ്റിയത് എന്തിനാണെന്നറിയാമോ? എനിക്ക് നിന്നെ ഭ്രാന്തനാക്കാനായിരുന്നു. അവൾ അയാളുടെ അടുത്തേക്ക് നീങ്ങി. അവളുടെ നഖങ്ങൾ, ഇരുമ്പിനോളം കാഠിന്യമുള്ളവ, അയാളുടെ തോളിൽ കുത്തിയിറക്കി. സോമൻ വേദന കൊണ്ട് നിലവിളിച്ചു. ഞാൻ നിന്റെ അളവുകൾ മാറ്റിക്കൊണ്ടിരുന്നു. നിന്റെ കണക്കുകൾ തെറ്റിച്ചു. നീ അവിശ്വസനീയമായ ഒരു ലോകത്തിൽ കുടുങ്ങി. നിന്റെ കണക്കുകൾ ശരിയാണെന്ന് നിനക്ക് ആരെയും ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആരെയും ബോധിപ്പിക്കാൻ കഴിയാത്ത ഒരുവൻ ഭ്രാന്തനാണ്. നിന്റെ ആ ഭ്രാന്താണ് എനിക്ക് വേണ്ടത്. യക്ഷിയുടെ ക്രൂരമായ വാക്കുകൾ കേട്ട് സോമൻ തളർന്നുപോയി. അവളുടെ ഈ നികൃഷ്ടമായ ചിന്തയാണ് അയാളെ കൂടുതൽ ഭയപ്പെടുത്തിയത്. അവൾ വെറുമൊരു കൊലപാതകിയല്ല, അവളൊരു മാനസിക രോഗിയാണ്. ഞാൻ നിനക്കെന്തും തരാം, എന്നെ വിടൂ, സോമൻ കരഞ്ഞു. നീ എന്താണ് എനിക്ക് തരിക സോമ? നിന്റെ ആത്മാവിനെയോ? അത് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. യക്ഷി തൻ്റെ നഖങ്ങൾ ഉപയോഗിച്ച് സോമൻ്റെ കഴുത്തിലമർത്തി. സോമൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. യക്ഷിയുടെ ക്രൂരമായ വിനോദം അവിടം കൊണ്ടും അവസാനിച്ചില്ല. അവൾ സോമൻ്റെ കഴുത്തിലെ പിടുത്തം വിട്ടു. അയാൾ ശ്വാസം കിട്ടാൻ വേണ്ടി പിടഞ്ഞു. ചതുപ്പിൽ നിന്ന് എങ്ങനെയും പുറത്തു വരാൻ അയാൾ ആഞ്ഞു ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. യക്ഷി അയാളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു.
അവളുടെ കണ്ണുകൾ തിളങ്ങി. ആ കണ്ണുകളിൽ നോക്കിയപ്പോൾ സോമന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റുകൾ, ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തികൾ എല്ലാം ഒരു സിനിമ പോലെ കാണാൻ കഴിഞ്ഞു. നീയൊരു നല്ല മനുഷ്യനായിരുന്നോ? യക്ഷി ചോദിച്ചു. അവളുടെ ശബ്ദം ഇത്തവണ മൃദുവായിരുന്നു. അത് സോമനെ കൂടുതൽ ഭയപ്പെടുത്തി. ഞാൻ എല്ലാവരെയും സ്നേഹിച്ചു, സോമൻ പറഞ്ഞു. കള്ളം! നിന്റെ മനസ്സിൽ എത്ര പേരെക്കുറിച്ച് മോശമായി ചിന്തിച്ചു. നിന്റെ കൂടെ ജോലി ചെയ്തവരോട് നീ ചെയ്ത വഞ്ചന, നിന്റെ ഭാര്യയുടെ പണത്തിൽ നീ കൈയിട്ടു വാരുന്നത്, നിന്റെ മകനോട് നീ പറഞ്ഞ കള്ളങ്ങൾ. യക്ഷി ചിരിച്ചു. അത് ഒരു സാധാരണ ചിരിയായിരുന്നില്ല. സ്വന്തം ചെയ്തികളിൽ ലജ്ജിച്ച് തലകുനിച്ച ഒരു മനുഷ്യൻ്റെ വേദന കണ്ട് ആസ്വദിക്കുന്ന ഒരു ചിരി. ഞാൻ വെറും ഒരു ദുഷ്ടയല്ല സോമ. നിങ്ങളെപ്പോലുള്ള മനുഷ്യരുടെ ഉള്ളിലെ ദുഷ്ടതയാണ് ഞാൻ. നിങ്ങൾ എൻ്റെ അതിഥിയല്ല, മറിച്ച് എൻ്റെ ഒരു ഭാഗമാണ്. നിന്റെ ഉള്ളിലെ നികൃഷ്ടത കണ്ടുകൊണ്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നത്. അവളുടെ കൈകൾ മെല്ലെ അയാളുടെ നെഞ്ചിൽ വെച്ചു. തണുത്തുറഞ്ഞ കൈകൾ, പക്ഷേ അത് അയാളുടെ ഹൃദയത്തിൽ പൊള്ളലേൽപ്പിച്ചു. നിന്റെ ആത്മാവ്, അത് എത്ര വൃത്തികെട്ടതാണ്. ഞാൻ അത് നക്കി തുടച്ചു കഴിക്കും. എന്നിട്ട് നിന്റെ മാംസം ഈ ചതുപ്പിന് കൊടുക്കും. യക്ഷി തൻ്റെ വായിൽ നിന്നും നീണ്ട കറുത്ത വിഷം നിറഞ്ഞ നാക്ക് പുറത്തേക്ക് നീട്ടി. അത് സോമൻ്റെ കഴുത്തിൽ തട്ടി. ആ നിമിഷം സോമൻ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയിൽ നിന്നും മോചനം നേടി. അയാൾക്ക് ഒന്നും ഓർക്കാൻ കഴിഞ്ഞില്ല. എല്ലാം ശൂന്യമായി. തൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപ്പെടുന്നത് അയാൾ അറിഞ്ഞു. ക്രൂരതയുടെയും നികൃഷ്ടതയുടെയും വഞ്ചനയുടെയും മൂർത്തിഭാവമായ ആ യക്ഷി സോമൻ്റെ ആത്മാവിനെ ഒരു കറുത്ത തുണി പോലെ വലിച്ചെടുത്തു. ചുരത്തിലെ കാറ്റ് കൂടുതൽ ശക്തിയിൽ വീശാൻ തുടങ്ങി. പാലമരത്തിൻ്റെ ഇലകൾ ഭ്രാന്തമായി ശബ്ദമുണ്ടാക്കി. പൂതങ്കോട് മലയുടെ താഴ്വാരത്ത് ദുർഗന്ധം കൂടുതൽ ശക്തമായി. അത് ചീഞ്ഞ മാംസങ്ങളുടെയും നശിപ്പിക്കപ്പെട്ട ആത്മാക്കളുടെയും മരണം കാത്തു കിടക്കുന്ന മനുഷ്യൻ്റെയും ഗന്ധമായിരുന്നു. 10 ദിവസങ്ങൾക്ക് ശേഷം സോമനെ കാണാനില്ല എന്ന് തടിമില്ലിലെ ആളുകൾ പോലീസിൽ വിവരമറിയിച്ചു. പോലീസും വനം വകുപ്പുകാരും പൂതക്കോടൻ മലയിലെത്തി. അവർ ചുരത്തിൽ തിരച്ചിലാരംഭിച്ചു. അളവെടുപ്പ് യന്ത്രത്തിൻ്റെ തകർന്ന ഭാഗങ്ങൾ അവർ പാലമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കണ്ടെത്തി. അതിൽ ചിലതിൽ മനുഷ്യരക്തം പുരണ്ടിരുന്നു. വാക്കത്തിയും തകർന്ന ലെവൽ യന്ത്രങ്ങളും അവർ കണ്ടെത്തി. ഒടുവിൽ അവർ അടിവാരം ചുരത്തിൻ്റെ മധ്യഭാഗത്തെത്തി. അവിടെ വെച്ച് അവർക്കൊരു കാര്യം മനസ്സിലായി. ആ വഴി പെട്ടെന്ന് തന്നെ ഒരു ചതുപ്പായി മാറിയിരുന്നു. ഒരാൾക്ക് മുങ്ങിപ്പോകാൻ കഴിയുന്നത്ര ആഴമുള്ള ചതുപ്പ്. ചതുപ്പിൻ്റെ തീരത്ത് സോമൻ്റെ ബാഗും ചെരുപ്പും അയാൾ കൊണ്ടുവന്ന ഇരുമ്പ് ദണ്ടുകളും കിടന്നിരുന്നു. എന്നാൽ സോമനുണ്ടായിരുന്നില്ല. അയാളുടെ മൃതദേഹത്തിൻ്റെ അവശേഷിപ്പ് പോലും ഒരിടത്തുമുണ്ടായിരുന്നില്ല. പോലീസ് ആ ചതുപ്പിൻ്റെ തീരത്ത് നിന്നു. ആ സമയം അവിടെ ഒരു ഗന്ധം വ്യാപിച്ചു. ആ ഗന്ധത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ദുർഗന്ധം. എന്നാൽ ആ ദുർഗന്ധത്തിൽ ഒരുതരം മനം മയക്കുന്ന സുഗന്ധം കലർന്നിരുന്നു. ചീഞ്ഞ പൂക്കളുടെയും വഞ്ചനയുടെയും നികൃഷ്ടതയുടെയും ഗന്ധം. സോമൻ നടത്തിയ സർവേയുടെ രേഖകൾ പോലീസിന് ലഭിച്ചു. അവസാനമായി സോമൻ എഴുതിയ അളവുകൾ എല്ലാം പരസ്പരം പൊരുത്തപ്പെടാത്തവയായിരുന്നു. ഒരു ഭ്രാന്തൻ എഴുതിയതുപോലെ. അവിടെ അന്വേഷണത്തിന് വന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ തകർന്ന പാലമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ചുവന്ന മുടിനാരിഴ കണ്ടെത്തി. അത് ഒരു സ്ത്രീയുടെ മുടിയായിരുന്നു. എന്നാൽ അത് മൃദുവായിരുന്നില്ല, മറിച്ച് ഒരു ഇരുമ്പ് കമ്പി പോലെ കട്ടിയുള്ളതായിരുന്നു. ആ മുടിനാരിഴ ആ ഉദ്യോഗസ്ഥൻ തൻ്റെ പോക്കറ്റിലിട്ടു. അയാളും ആ ചുരത്തിൻ്റെ കഥ കേട്ടിരുന്നു. ക്രൂരയും നികൃഷ്ടയുമായ യക്ഷിയുടെ കഥ. അവൾ വീടുകളിലോ കെട്ടിടങ്ങളിലോ അല്ല താമസിക്കുന്നത്, മറിച്ച് മനുഷ്യൻ്റെ ആർത്തിയുടെയും ഭയത്തിൻ്റെയും വഞ്ചനയുടെയും അതിർത്തിയിലാണ് അവൾ വസിക്കുന്നത്. ആ ചുരം ഇന്നും ഭൂപടത്തിൽ ഒരു ചതുപ്പായി കിടക്കുന്നു. ആ വഴിയിലൂടെ ആരും സഞ്ചരിക്കാറില്ല. കാരണം അവർക്കറിയാം, ആ ചുരം ഒരു സാധാരണ സ്ഥലമല്ല. അതൊരു യക്ഷിയുടെ ലോകമാണ്. വഞ്ചനയുടെയും നികൃഷ്ടതയുടെയും ലോകം.